ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അവർ ഇന്നലെ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് അവർക്ക് ഇപ്പോഴും നിങ്ങളോടുള്ള ഫീലിങ്സിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, അവരുടെ ചിന്തയെന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ദൈവം തന്നിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെ ആയിരുന്നു. എന്തിനും ഏതിനും ഒരു സൊല്യൂഷൻ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചില വ്യക്തികൾ പറയത്തില്ലേ, ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുമ്പോഴത്തേക്ക് അത് ഏറ്റവും അനുഗ്രഹമാണ് എന്ന് ചിലവർ പറയത്തില്ല. അതുപോലെ തന്നെ ഒരു ദൈവ ചൈതന്യമുള്ള ഒരു വ്യക്തി ആയിരുന്നു നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അതൊന്നും അവരത്ര വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നല്ലതൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ അവരത് തള്ളിക്കളയും. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ ഓറ കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് വഴികൾ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എന്ന് അവർ ഈ ഒരു നിമിഷം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ശക്തി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തി ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരിപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദൈവം തന്നിരുന്നതായിട്ടുള്ളൊരു ഗിഫ്റ്റ്, ഒരു പ്രീഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയെ ഞാനത് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു എന്ന് അവർക്കൊരു തോന്നൽ അവർക്കുണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. അവർക്ക് നിങ്ങളോട് വീണ്ടും പ്രണയം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടി നല്ല രീതിയിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ ഇനി പുതുതായിട്ട് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ് കൂടി വന്നിട്ടുണ്ട്. ഫൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ്, ഒരു ബ്രൈറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം, നിങ്ങളെ ഒരുപാട് കൊണ്ട് നടക്കണം, പല സ്ഥലങ്ങളും കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, സ്നോയുള്ള സ്ഥലത്ത്, മഞ്ഞ് സ്ഥലത്തൊക്കെ പോകണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. കാരണം ആ ഒരു സ്ഥലം ഇവിടെ കാണിക്കുന്നുണ്ട്, മഞ്ഞ് മൂടി നിൽക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുക, പാടിയിലൊക്കെ പോകുക. പാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുന്നും മലകളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സിൽ അതെല്ലാം വരുന്നു. നിങ്ങളുമായിട്ട് നിങ്ങളെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകണം, ഓരോ ട്രിപ്പിനൊക്കെ പോകണം എന്നൊക്കെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുമായിട്ടൊരു വിവാഹം നടക്കണം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ള കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങൾ അങ്ങനെ പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ ഒരു സംഭവത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞ് നിങ്ങൾ അങ്ങനെയൊക്കെ യാത്രകൾ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആ യാത്ര സമയങ്ങളിലെല്ലാം അവരൊരുപാട് സന്തോഷിച്ചിരുന്നെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതായിട്ടുള്ള സ്നേഹത്തെയെല്ലാം അവർ ഓർക്കുന്ന ഒരു നിമിഷം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു വലിയ രീതിയിൽ തന്നെ എന്തൊക്കെയോ വാക്ക് തർക്കങ്ങൾ ഉണ്ടായതായി കാണുന്നുണ്ട്. ഓക്കെ, അതെല്ലാം പരസ്പരം ഒന്ന് കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ മാറുമെന്നവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് സ്നേഹം വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാകുമെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി, ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളോട് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവരോടുള്ള സ്നേഹങ്ങൾ കവിഞ്ഞൊഴുകുന്നു എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. വീണ്ടും നിങ്ങളുമായിട്ടൊരു ഓഫർ വേണമെന്നും ഒരു ഗ്രോത്ത് വേണമെന്നും ഈ റിലേഷൻഷിപ്പിനെ നശിപ്പിച്ച് കളയുവാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും അവരാഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് കോൾ അയക്കുവാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി അവർ അവസരങ്ങൾ നോക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ സ്നേഹമുണ്ടോ, ഇപ്പോൾ വെറുപ്പാണോ എന്നൊന്നും അവർക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല.
ഇപ്പം ഈ ഒരു സമയത്ത് അവർക്ക് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അവർ നിങ്ങൾക്കൊരു ഓഫർ തരുന്ന കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് അവർക്ക് കുറ്റബോധം തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. നിങ്ങളെ അവർ ഒരുപാട് വേദനിപ്പിച്ചതായി കാണുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കൂടെ നിന്ന് അവരെ സഹായിച്ചിട്ടുണ്ട്, അവരെ സ്നേഹിച്ചിട്ടുണ്ട്, അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം. എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇതെല്ലാം അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നുണ്ട്. ഓക്കെ, എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും അവരൊരു നന്ദിയില്ലാതെ തന്നെ നിങ്ങളോട് കാണിച്ചു എന്നുള്ളതിൽ അവർക്ക് ഒരുപാട് വിഷമം, ഇവിടെ റിഗ്രറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളുണ്ട്. ഇവിടെ മൂന്നാണ് വന്നിരിക്കുന്നത്. മാനസിക വിഷമങ്ങൾ അവർക്ക് നേരിടുന്നു എന്ന് ഇപ്പോൾ അവരുടെ മനസ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ചതിൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയതിൽ, നിങ്ങളെ ചെയ്യാത്ത തെറ്റുകൾ പറഞ്ഞ് തേർഡ് പാർട്ടിയുമായി ചേർന്ന് നിന്ന് നിങ്ങളെ അപമാനിച്ചതിലൊക്കെ അവരിപ്പോൾ ഒരുപാട് സങ്കടം സഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഫൊർഗീവിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഹീലിങ്ങിൻ്റെ കാർഡാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇനി മുന്നോട്ട് കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ കാലം ഉണക്കാത്ത മുറിവുകളില്ലല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ മനസ്സിലുണ്ടായ വേദനകളെല്ലാം പുറത്തു തരണമേ, നിങ്ങളോട് കാണിച്ച കാര്യങ്ങളെല്ലാം മറക്കണമേ എന്നൊക്കെ അവർ ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസവും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ പിന്നീട് എല്ലാ കാര്യങ്ങളും മറന്നു തരും. കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ മുറിവുകളൊക്കെ ഉണങ്ങുന്ന സമയത്ത് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കർമ്മയെ ഭയപ്പെടുന്നുണ്ട്. ഇത്രയും നല്ലൊരു കാരണം നമ്മൾ ഒരു ദുഷ്ടനെ നമ്മൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ആ കർമ്മ നമുക്ക് വരത്തില്ല. ഒക്കെ അവർ ചെയ്ത കർമ്മയുടെ ഫലം അവർക്ക് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു സാധുവിൻ്റെ ആഹാരത്തെ നമ്മൾ പിടിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിശന്നിരിക്കുന്നവനെ മാനസികമായി തകർത്ത് കഴിഞ്ഞാൽ നമുക്കത് വേദന ലഭിക്കും. ആ വിശപ്പ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വിശപ്പായിരിക്കാം, ഒരു കെയറിങ്ങിൻ്റെ വിശപ്പായിരിക്കാം. അപ്പം നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഒരു സ്നേഹമോ കെയറിങ്ങോ ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് കുറച്ച് സ്നേഹം കെയറിങ്ങോ ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം അത് അപ്പാടെ മാറ്റിക്കളയുമ്പോൾ, അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് നിങ്ങളെ ആഹാരം കാണിച്ച് കൊതിപ്പിച്ച്, ഇപ്പം നിങ്ങൾ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോ, അപ്പം നിങ്ങൾക്ക് ആ ആഹാരങ്ങളെല്ലാം മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇച്ചിരി വന്നിട്ട് നിങ്ങളുടെ വയറ് പോലും നിറയാതെ അത് മുഴുവനായിട്ട് എടുത്ത് കൊണ്ടുപോയി തട്ടിക്കളയുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണോ ആ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾ കടന്നു പോയിരുന്നത്. അപ്പം നിങ്ങൾക്ക് ആരും സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കെയറിങ്ങോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിച്ചിരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. ഓക്കെ, അത് പക്ഷേ നിങ്ങളിലേക്ക് അധികകാലം നിൽക്കാതെ തന്നെ അവർ അത് അപ്പാടെ എടുത്ത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പൂർണ്ണമായും എടുത്ത് മണ്ണിൽ എറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കർമ്മ അവരെ ഫേസ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഭയം തോന്നുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. അവരുടെ ജീവിതത്തിൽ പണ്ടെങ്ങോണ്ടോ നടന്നിട്ടുള്ള കാര്യങ്ങളെയെല്ലാം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള ആ ഒരു നിമിഷങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പുതുതായിട്ടൊരു സന്തോഷത്തോടു കൂടി, ഒരു വിജയത്തോടു കൂടി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു മജീഷ്യൻ ആയിരുന്നെങ്കിൽ ആ പഴയതെല്ലാം മായ്ച്ച് കളഞ്ഞ് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങളെ സ്റ്റാർട്ട് ചെയ്ത് സന്തോഷത്തോടു കൂടി പൊന്നുപോലെ നോക്കി മുന്നോട്ട് കൊണ്ടുവരാമായിരുന്നു എന്നൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഒരിക്കലും അവർ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇമ്മച്വർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവർ കൊണ്ടുവന്നതായി കാണുന്നു, നിങ്ങളെ വേദനിപ്പിച്ചതായി കാണുന്നു. മറ്റ് ചില വ്യക്തികളുടെ വാക്കുകൾ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നു. ഓക്കെ, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ മാനസികമായിട്ടുള്ള ഇടപെടൽ കാരണം ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള നിങ്ങളെന്നുള്ള വ്യക്തിയെ അവർ ആ ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു പ്രകൃതം കാരണം അവർക്ക് വിട്ടുകൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേദനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു ചതിയനായിട്ടുള്ള അല്ലെങ്കിൽ ചതി ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ അങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും നിങ്ങളെപ്പോലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവാധീനമുള്ള ഒരു വ്യക്തിക്ക് ചേർന്നതല്ല എന്ന്
ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ദൈവാധീനമുള്ള ഒരു വ്യക്തിയാണെന്നും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഇമ്മച്ചുവറായിട്ടും അല്ലെങ്കിൽ എടുത്തുചാട്ടമുള്ളതായിട്ടും മറ്റുള്ളവരുടെ വാക്കുകളിൽ പെട്ടെന്ന് മനസ്സ് മാറിപ്പോകുന്നതായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ചേർന്നതല്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രപഞ്ചശക്തി അവർക്ക് കൊടുത്തത്. എന്നിട്ട് പോലും അവരത് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് വലിയ ആദ്യം നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്ത് എന്ത് ഫീലിങ്സ് ആണോ ആ ഒരു ഫീലിങ്സാണ് അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിലവിലുള്ളത്. ഓക്കെ, ഇടയ്ക്ക് വെച്ച് അവർ മറ്റ് ചില വ്യക്തികളുടെ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കാരണം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ അത്രത്തോളം നിങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിലവിൽ അവർക്ക് ആ പഴയ സ്നേഹമാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ അവർ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കാരണം ഫെമിനൻ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇടയ്ക്ക് നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ വഴക്കിട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ആ ഒരു സ്നേഹത്തിൽ തന്നെയാണ്. കാരണം ഇവിടെ കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്റ്റിൽ ഉള്ള സ്നേഹവും ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫെമിനാൻ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്കിപ്പോൾ ഒരുപാട് കെയറിങ്ങും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ അവർക്ക് തോന്നുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാർഡ്സിൻ്റെ പുറമേ റെഡ് കളറാണെങ്കിൽ പോലും റെഡ് കളറുണ്ട്, അല്ലാതെയും കളറുണ്ട്. കാരണം അവരെന്ന് പറയുന്ന വ്യക്തി വളരെ സാധുവായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അവരൊരിക്കലും അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ അവർ പുറത്ത് കാണിക്കത്തില്ല. എപ്പോഴും അവർ ദേഷ്യപ്പെടുന്നതായിട്ടും കുറ്റപ്പെടുത്തുന്നതായിട്ടും ഒക്കെയുള്ള പല സ്വഭാവങ്ങളാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ശരിക്കും അവരൊരു വൈറ്റ് ഡ്രസ്സ് ഇടുന്ന വ്യക്തികളെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഈ ടാരോ കാർഡുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, വൈറ്റ് ഡ്രസ്സ് ധരിക്കുന്നവരെന്ന് പറയുന്നത് വളരെ ശുദ്ധ മനസ്സുള്ള വ്യക്തികളാണ്. പക്ഷേ അവർ ആ ശുദ്ധ മനസ്സ് ഉള്ളിൽ വെച്ചിട്ട് അവർക്ക് റൂഡായിട്ടുള്ള സ്വഭാവങ്ങളാണ് അവർ പുറമേ കാണിക്കുന്നത്. കെയറിങ് നേച്ചർ ഒന്നും അവർ പുറമേ കാണിക്കത്തില്ല. അത് കാണിച്ചിരുന്നു, പക്ഷേ എന്തെങ്കിലും ഒരു വഴക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരുടെ ഒരു മോശം സ്വഭാവത്തെ അവർ ക്രിയേറ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ല അവർ. ഉള്ളുകൊണ്ട് കരയുന്ന വ്യക്തി തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവർ ഉള്ളുകൊണ്ട് കരയുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.